ഗുഡ് മോർണിംഗ്. ഡോക്ടർ സ്റ്റോക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ ഡോക്ടർ സ്റ്റോക്കിലെ വിഷയം വളരെ വ്യത്യസ്തമായൊരു വിഷയമാണ്. ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ് രംഗത്തെ ഒരു വിദഗ്ധൻ ആണ് ഇവിടെ ഉള്ളത്. അദ്ദേഹം എത്രയോ വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ് എക്സ്പേർട്ടാണ്. ഡോക്ടർ മുഹമ്മദ് അഷ്റഫ്, കൊടുങ്ങല്ലൂർ ക്രാഫ്റ്റ് ഹോസ്പിറ്റലിൻ്റെ ചെയർമാനാണ്. അദ്ദേഹം ഇവിടെ സംസാരിക്കുന്ന ഇൻഫെർട്ടിലിറ്റിയെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. എന്നാൽ അതിനോടൊപ്പം കൂടുതൽ സംസാരിക്കും ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ് ഇൻവോൾവ്സ് എ ലോട്ട് ഓഫ് ക്യാഷ്, അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ, അത് പ്രത്യേകിച്ചും ഏറ്റവും കൂടുതൽ ആൾക്കാർ മണി സ്പെൻഡ് ചെയ്യാൻ തയ്യാറായിട്ട് മുന്നോട്ട് വരുന്നത് ഒരു ഫീൽഡാണ് ഇൻഫെർട്ടിലിറ്റി. അതായത് വലിയ വിവാഹമൊക്കെ കഴിഞ്ഞൊരു കുഞ്ഞുണ്ടാവുന്നില്ല എന്ന് കാണുമ്പോൾ 5-6 വർഷങ്ങൾക്ക് ശേഷം എങ്ങനെയെങ്കിലും അതൊന്ന് സക്സസ് ആക്കി എടുക്കാൻ തയ്യാറായിട്ട് എത്ര പൈസ വേണമെങ്കിലും ചിലവാക്കാൻ തയ്യാറായിട്ട് വരുന്നൊരു ഫീൽഡാണ് ഇൻഫെർട്ടിലിറ്റി. അതുകൊണ്ട് തന്നെ വളരെയധികം ചൂഷണങ്ങൾ നടക്കുന്നൊരു ഫീൽഡ്. തീർച്ചയായും. അപ്പോൾ അവിടെ ഈ ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഫെയിലിയേഴ്സ് എന്തൊക്കെയാണ്, എന്തുകൊണ്ട് ആ ഫെയിലിയേഴ്സ് ഉണ്ടാകുന്നു, അതിനെ എങ്ങനെ നമുക്ക് മറികടക്കാം, ഇതിനെക്കുറിച്ചാണ് ഡോക്ടർ ഇന്നിവിടെ സംസാരിക്കുന്നത്. ഗുഡ് മോർണിംഗ് ഡോക്ടർ അഷ്റഫ്. ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ വിഷയം ഇതാണ്, ഞാനൊരു ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. എന്നാൽ അതിലേക്ക് ഇതിലേക്ക് പോകുന്നതിന് മുമ്പ് ഇൻഫെർട്ടിലിറ്റി എന്ന ജനറൽ കൺസെപ്റ്റ് ഓഫ് ഇൻഫെർട്ടിലിറ്റിയെക്കുറിച്ച് നമ്മൾ WHO എല്ലാം ഡിഫൈൻ ചെയ്യുന്ന ഇൻഫെർട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ വന്ധ്യത എന്ന് പറയുന്നത് 1 വർഷമെങ്കിലും ഒരു ദമ്പതികൾ ഒരു കുഞ്ഞുണ്ടാകണം എന്ന നിലയിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുക. അതായത് വേറെ ഗർഭനിരോധന മാർഗ്ഗങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് 1 വർഷമെങ്കിലും ഒന്നിച്ച് കഴിഞ്ഞിട്ടും കുട്ടികളില്ലാതെ വരുമ്പോഴാണ് നമ്മൾ ഇൻഫെർട്ടിലിറ്റി ആയിട്ട് കണക്കാക്കുന്നത്. പക്ഷേ അത് ഒരു ഹാർഡ് ആൻഡ് ഫാസ്റ്റ് അല്ല, ഒരു ഫ്ലെക്സിബിൾ ആക്കണം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പം ഈ കല്യാണം കഴിയുന്ന പെൺകുട്ടിയുടെ പ്രായം ഒരു 18-19 ആണെങ്കിൽ ഈ 1 ഇയർ എന്നുള്ള 2 ഇയേഴ്സ് ആക്കാം. അതേസമയത്ത് ചിലർക്കുണ്ട് കല്യാണം കഴിഞ്ഞാൽ സെക്ഷൽ കോൺടാക്റ്റ് പറ്റാതെ വരിക, അല്ലെങ്കിൽ സിവിയർ മെൻസ്ട്രൽ പെയിൻ, അല്ലെങ്കിൽ മുമ്പ് എന്തെങ്കിലും സർജറീസ് ഉണ്ടാവുക. അങ്ങനെയുള്ളവർക്ക് അത് പ്രായം വൈകി കല്യാണം കഴിക്കും. ഇവരെല്ലാം ഈ 1 ഇയർ വെയിറ്റ് ചെയ്യാൻ പാടില്ല. എത്ര നേരത്തെ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഇവാലുവേഷനെങ്കിലും അറ്റ്ലീസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിരിക്കണം. അപ്പോൾ ഇൻ ജനറൽ നോംസിൽ ഒരു 1 ഇയർ പറഞ്ഞെങ്കിലും പക്ഷെ അത് ഫ്ലെക്സിബിൾ ആണത്, അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാം. ഏജ് ഒരു വലിയ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. ഏജാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇപ്പോൾ നാളിതുവരെ നമ്മൾ പറഞ്ഞത് സ്ത്രീകളുടെ പ്രായം ഒരു 30 കഴിയുമ്പോഴേക്കും ഫെർട്ടിലിറ്റി 50% കുറയും, 36 കഴിയുമ്പോഴേക്കും അത് വീണ്ടും അതിൻ്റെ 50% കുറയും, 40 കഴിഞ്ഞാൽ ഒരു 10-15% ഉള്ളൂ എന്നൊക്കെയാണ് ഇപ്പോൾ പറയുന്നത്. ഇപ്പോഴത്തെ പുതിയ പഠനങ്ങൾ കാണിക്കുന്നത് പുരുഷൻ്റെ ഈ പ്രായം ഒരു 35-40 കഴിയുമ്പോഴേക്കും ഉണ്ടാകുന്ന കുട്ടികളിൽ ഒരുപാട് ജനറ്റിക് ഡിസോർഡേഴ്സ്, ഈ ഓട്ടിസം തുടങ്ങിയ പല ഇംപ്രിൻറ്റിങ് ഡിസോർഡേഴ്സ് ഒരുപാട് കൂടി വരുന്നുള്ളതാണ്. അപ്പം പ്രായം ഏറ്റവും പ്രധാനമാണ്. പ്രത്യേകിച്ചും ഇതുപോലുള്ള ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുള്ളവരും അതുപോലെ വേറെ എന്തെങ്കിലും ഒരു കാരണങ്ങളൊക്കെ ഉണ്ട്, ഒരു നല്ലൊരു കരിയർ ശരിയാവട്ടെ അല്ലെങ്കിൽ വീട് ശരിയാവട്ടെ എന്നൊക്കെ പറഞ്ഞ് വഹിക്കുന്നവർ, അവരും വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണത്. ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ് എടുക്കണം എന്നുള്ളൊരു ഇതിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ ഓപ്ഷൻസാണ് നമുക്കിപ്പോൾ ഉള്ളത്? അത് ഡെഫിനറ്റ്ലി അത് എവിടെയാണ് പ്രോബ്ലം അനുസരിച്ചിരിക്കണം. ഇപ്പോൾ അതിന് ശരിക്കും കപ്പിൾ ഇവാലുവേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഹസ്ബൻഡിനെയും വൈഫിനെയും ഒരേ വിസിറ്റിൽ അല്ലെങ്കിൽ 1-2 വിസിറ്റിലായിട്ട് കംപ്ലീറ്റ് ഇവാലുവേഷൻ നടത്തണം. ആണിനാണ് കുഴപ്പമെങ്കിൽ അതിൻ്റേതായ രീതിയിൽ ഇൻഫെർട്ടിൽ ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട്. ലൈക്ക് കൗണ്ട് വളരെ കുറവാണെങ്കിൽ അതിനുള്ള കാരണം കണ്ടെത്തുക. എന്തുകൊണ്ടാണ് ടെസ്റ്റികളുടെ ഈ വൃഷ്ണങ്ങളുടെ സൈസിൻ്റെ കുറവോ അല്ലെങ്കിൽ അവിടെ നിന്നുള്ള ഹോർമോണിൻ്റെ ഉൽപ്പാദനത്തിൻ്റെ കുറവാണെങ്കിൽ ആ രൂപത്തിൽ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് കൊടുത്താൽ കറക്റ്റ് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ വാരിക്കോസിൽ ഉണ്ടാകാം, വൃഷ്ണത്തിന് ചുറ്റും ഞരമ്പ് തടിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരു മൈക്രോ സർജറിയിൽ കൂടി കറക്റ്റ് ചെയ്താൽ നല്ല ഇമ്പ്രൂവ്മെൻറ്റ് കിട്ടും. അല്ലെങ്കിൽ ഇനി ശരീരമായിട്ട് ബന്ധപ്പെടാനുള്ള ഇറക്റ്റൈൽ ഡിസ്ഫങ്ഷൻ അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള കറക്ഷൻസ് ആണെങ്കിൽ അതിനും മെഡിക്കൽ കറക്ഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ സർജിക്കൽ കറക്ഷൻസ് ഉണ്ട്. അങ്ങനെ കറക്റ്റീവ് ഡിസോർഡേഴ്സ് കറക്ഷൻസ് സാധിക്കുന്ന ഘട്ടങ്ങളെല്ലാം സർജിക്കൽ കറക്ഷൻസ് പോയാൽ നല്ല റിസൾട്ട്സ് ആണ്. ഇനി സ്ത്രീയെ സംബന്ധിച്ചാണെങ്കിൽ മിക്കപ്പോഴും ഇപ്പോൾ കാണുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഹോർമോൺ ഡീവിയേഷൻസ് ആണ്. ഈ പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ് എന്ന് പറയും, അല്ലെങ്കിൽ അണ്ടോൽപാദനം നടക്കാതെ വരിക, അതുപോലെ എൻഡോമെട്രിയോസിസ്, ഈ മെൻസ്ട്രൽ ബ്ലഡ് തന്നെ വയറിനകത്ത് ചിന്തിയിട്ടുണ്ടാക്കുന്ന റിയാക്ഷൻസ്, ഇതൊക്കെ വളരെ ഗൗരവമായിട്ടുള്ള വളരെ നല്ല അറ്റൻഷൻ കൊടുക്കേണ്ട ഡിസീസാണ്. ഇത് കണ്ടെത്തി കഴിഞ്ഞാൽ വളരെ കർശനമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റിൽ കൂടിയും അത് വളരെ നല്ല റിസൾട്ട് കിട്ടുന്ന രൂപത്തിൽ നമുക്ക് ആക്കിയെടുക്കാൻ പറ്റും. പക്ഷേ ഇവിടെയൊക്കെ വൈകുന്തോറും പ്രോബ്ലംസ് കൂടി വരുള്ളൂ. ഈ സ്ത്രീയുടെ പ്രായം വൈകുന്തോറും ഈ യൂട്രസിനകത്ത് ഫൈബ്രോയിഡ്സ്, അഡിനോമയോസിസ്, അങ്ങനെ കുറേ പ്രശ്നങ്ങൾ വരും. കൂടാതെ തന്നെ അണ്ടത്തിൻ്റെ ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും കുറഞ്ഞു വരും. ഇതൊക്കെയാണ് വൈകുന്തോറും റിസൾട്ട്സ് വളരെ കുറയാൻ കാരണം. എനിക്ക് തോന്നുന്നു ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നമെന്ന് പറയുന്നത് എന്താണ് കാരണമെന്ന് കണ്ടുപിടിക്കാൻ. അതാണ് ഏറ്റവും പ്രധാനമുള്ളത് ഡയഗ്നോസിസ്. അത് ഓഫ് കോഴ്സ് എല്ലാ മെഡിസിനിലും ഏറ്റവും പ്രധാനം ഡയഗ്നോസ് ചെയ്യാന്നുള്ളത്. ആ ഡയഗ്നോസിസ് തെറ്റിക്കഴിഞ്ഞാൽ നമ്മൾ പോകുന്ന ട്രാക്ക് തന്നെ മാറിപ്പോകും. അപ്പോൾ എവിടെയാണ് പ്രോബ്ലം എന്ന് ശരിക്കും കണ്ടെത്തിയിട്ട് ചികിത്സ തുടങ്ങാവൂ.
അല്ലാണ്ട് വളരെ എംബ്രിക്കലായിട്ട് കുറേ ക്ലോംബിഫിൻ സൈറ്റർ എന്ന് പറഞ്ഞ ഗുളികൾ ഇങ്ങനെ കൊടുത്ത് ഇങ്ങനെ വർഷങ്ങളോളം കൊണ്ട് നടക്കുന്ന തള്ളി നീക്കുന്ന ആളുകളുണ്ട്. അതിലിപ്പോൾ ഈ വൈറ്റമിൻസും വൈറ്റമിൻ ഇയും വൈറ്റമിൻ സി അങ്ങനെ ആൻറ്റി ഓക്സിഡൻസ് അതും വർഷങ്ങളോളം കഴിക്കുന്ന ആൾക്കാരുണ്ട്. അതിൽ ശരിയാവുന്നുള്ള കുറച്ചൊക്കെ കൗണ്ട് ഒരു 10 മില്യൺ എന്നുള്ള 25 ആകുമ്പോഴേക്കും അവർ ആഗ്രഹിക്കും ശരിയായി വരുന്നുണ്ട്, അപ്പോൾ വീണ്ടും കണ്ടിരുന്നുകൊണ്ടിരിക്കും. പക്ഷെ അങ്ങനെയല്ല, ശരിക്കും പ്രോപ്പർ ഡയഗ്നോസിൽ എത്താൻ പറ്റും നമുക്കത്. എത്തി ആ രൂപത്തിൽ ട്രാക്കിൽ പോയി കറക്റ്റ് ചെയ്താൽ 95% ശരിയാക്കാവുന്നേ ഉള്ളൂ. ഈ ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ് ഇപ്പോൾ നമ്മളെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞ വിഷയം, അതായത് ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരുപാട് മണി ഇൻവോൾവ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ. ഡോക്ടർക്ക് ഒരു പക്ഷേ അത് കൂടുതൽ പറയാൻ പറ്റിയ, തീർച്ചയായിട്ടും എത്ര പൈസ വേണമെങ്കിലും സ്പെൻഡ് ചെയ്യാൻ തയ്യാറായിട്ടായിരിക്കും പലരും വന്ന് കാണുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ചൂഷണങ്ങൾ നടക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഇതിന് ഇത്രയും ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റിൽ എനിക്ക് തോന്നുന്നൊരു പല സ്ഥലങ്ങളിൽ ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ് ഒരുപാട് ഫെയിലിയർ റേറ്റ് വരുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇത്രയും ഫെയിലിയേഴ്സ് വരാൻ കാര്യം? അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശരിക്കും ഒരു പ്രോപ്പർ ഡയഗ്നോസ് ഇല്ലാതെ സ്റ്റാർട്ട് ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ്സ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഫെയിലിയർ റേറ്റ്സ് കാണുന്ന ഒന്ന് ലാപ്രോസ്കോപ്പിക് സർജറിയിലാണ്. പിന്നെ രണ്ടാമത് IVF മേഖലയിൽ IVF ചികിത്സാ രീതി. IVF ഇപ്പോൾ ഒരു 15-20 വർഷം മുമ്പൊക്കെ IVF എന്ന് പറഞ്ഞാൽ IVF ചികിത്സാ രീതിയെക്കുറിച്ച് പേഷ്യൻ്റ് പറഞ്ഞു കൊടുക്കണമെങ്കിൽ ഒരു 3/4 മണിക്കൂർ അവർക്ക് ക്ലാസ് എടുക്കണം. ഇപ്പോൾ അത് വേണ്ട, എല്ലാവർക്കും അറിയാം IVF എന്നുള്ളത്. മിക്ക പേഷ്യൻസും വരുമ്പോൾ തന്നെ ഒരു 2-3 വർഷമായിട്ടുണ്ടാവുള്ളൂ. ഹിസ്റ്ററി എടുക്കുമ്പോഴേ തന്നെ ഇല്ല ഡോക്ടർ ഞങ്ങൾ IVF ഒക്കെ കഴിഞ്ഞിട്ടാണ് വരുന്നത്, അങ്ങനെ പറയണത്. 2 കൊല്ലമായിട്ടുണ്ടാവുള്ളൂ. ഒന്നിൽ ലാപ്രോസ്കോപ്പി സർജറി കഴിഞ്ഞിട്ടുണ്ടാവും, അതിൻ്റെ ഒരു നോട്ട് ഉണ്ടാവും, അല്ലെങ്കിൽ 2 IVF കഴിഞ്ഞിട്ട് ഫെയിൽ ആയതുകൊണ്ടാണ് ഡോക്ടറെ അടുത്തേക്ക് വന്നത്. അങ്ങനെയാണ് തുടങ്ങുന്നത് തന്നെ. അപ്പോൾ അത്രയും വ്യാപകമായിരിക്കുകയാണ്. ഓഫ് കോഴ്സ് IVF എന്ന് പറഞ്ഞാൽ നല്ലൊരു ചികിത്സാ രീതിയാണ്. കാരണം കപ്പിൾ ഓറിയൻറ്റഡ് ട്രീറ്റ്മെൻറ്റ്, ഹസ്ബൻഡ് പ്രോബ്ലവും വൈഫിൻ്റെ പ്രോബ്ലവും രണ്ടും ഇതിൽ കറക്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ ഒരുപാട് നമുക്ക് അറിയാത്ത കുറേ ഫാക്ടേഴ്സ് ഉണ്ട്, ഇമ്മ്യൂണോളജിക്കൽ ഫാക്ടേഴ്സ്, അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സിനെ ബൈപ്പാസ് ചെയ്തിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് IVF, എസ്പെഷ്യലി ICSI കൂടി ആഡ് ചെയ്യുമ്പോൾ. പക്ഷേ അതിൽ തന്നെയും നല്ലൊരു സെൻറ്റേഴ്സിൽ, ഇപ്പോൾ വെസ്റ്റേൺ കൺട്രിയിലൊക്കെ ഏറ്റവും ബെസ്റ്റ് സെൻറ്ററിൽ അവരുടെ ബെസ്റ്റ് റിപ്പോർട്ട് പ്രഗ്നൻസി റേറ്റ് എന്ന് പറഞ്ഞാൽ 40% ഉള്ളൂ ഒരു അറ്റംപ്റ്റിൽ. ഇപ്പം ഞങ്ങളുടെ കഴിഞ്ഞ 3 വർഷം, ഞാൻ ഒരു കോൺഫറൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ കഴിഞ്ഞ 3 വർഷത്തെ ഞങ്ങളുടെ ഡെലിവറി റേറ്റ് 38% ആണ് ഒരു IVF ഫിക്സ് ചെയ്യുന്നത്. ഇറ്റ്സ് എ വെരി ഗുഡ് നമ്പർ. പക്ഷേ ഇവിടെ നമ്മുടെ ഇന്ത്യയിലെ ശരാശരി നോക്കുകയാണെങ്കിൽ 10 to 15, മാക്സിമം ചില സെൻറ്റേഴ്സ് 18 വരെ പോകുന്നേ ഉള്ളൂ. അത്രയും വളരെ കുറവാണ് മിക്ക സെൻറ്റേഴ്സിലും. അതിന് കാരണം അന്വേഷിക്കുമ്പോൾ ഒരു 3 ബ്രോഡായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഒന്ന് പേഷ്യൻ്റ് ഫാക്ടർ എന്ന് പറയും. പക്ഷേ ഒരു രോഗിയുടെ നമ്മൾ കുറച്ച് ആഴത്തിൽ ചെന്ന് പരിശോധിക്കണം എന്തുകൊണ്ടാണ് ഫെയിലാവാൻ കാരണം. ഈ മിക്കപ്പോഴും IVF ഫെയിലറിന് ഒന്ന് ഭ്രൂണം ആണ് കുഞ്ഞായിട്ട് മാറുന്നത്. ഈ ഭ്രൂണം യൂട്രസിൽ ഇംപ്ലാന്റ് ചെയ്തിട്ട് അത് യൂട്രസിനകത്ത് വളർന്നു വരുമ്പോഴാണ് അത് കുഞ്ഞായിട്ട് രൂപം പ്രാപിക്കുക. അപ്പോൾ ഒന്നൊരു ഭ്രൂണം ഡിഫക്റ്റീവ് ആയിരിക്കണം, അല്ലെങ്കിൽ ഉള്ളത് ഇംപ്ലാന്റേഷൻ. ഈ 75% കേസിലും ഭ്രൂണത്തിൻ്റെ പ്രോബ്ലം കൊണ്ടാണ് കുഞ്ഞായി മാറാത്തത്. IVF ചെയ്തു, ഡോക്ടർ പറയും 10 എഗ്ഗ് കിട്ടി, അതിന് 5 എംബ്രിയോ ഉണ്ടായി, 5 വെച്ചു, പക്ഷെ എന്നിട്ടും നെഗറ്റീവാണ് റിസൾട്ട്. അപ്പോൾ ഭ്രൂണം മോശമാകുമ്പോഴാണ് 75% ഫെയിലിയർ റേറ്റിന് കാരണം. പിന്നെ ഒരു 25% കോസസ് നോക്കുകയാണെങ്കിൽ യൂട്രസിനകത്ത് ഗർഭാശയം നോർമലായിരിക്കും, ഗർഭാശയത്തിനകത്തുള്ള ആവരണമുണ്ട് എൻഡോമെട്രിയം, അത് നോർമലായിരിക്കും, പക്ഷേ സ്റ്റിൽ അത് ഇംപ്ലാന്റ് ചെയ്യുന്നില്ല. ഒരു 5, 10, 12, 13 IVF ചെയ്തിട്ട് ഫെയിലാവാത്ത രക്ഷയില്ലാത്ത കേസാണ്. അത് നല്ല എംബ്രിയോ വെച്ചിട്ട് പിടിക്കാതെ വരുന്നത് ഈ എൻഡോമെട്രിയൽ റിസപ്റ്റിവിറ്റി എന്ന് പറയും. ആ യൂട്രസ് അതിനെ അത് സ്വീകരിക്കാതെ വരുന്നതാണ്. അതിനുള്ള കാരണങ്ങൾ അതും നമുക്കിന്ന് ടെസ്റ്റുകളുണ്ട്. എസ്പെഷ്യലി ERA എന്ന് പറയും, എൻഡോമെട്രിയൽ റിസപ്റ്റർ അസസ് ചെയ്താൽ ജീൻ, ഓഫ് കോഴ്സ് എല്ലാം അൾട്ടിമേറ്റ് ജീൻ എക്സ്പ്രഷൻസ് ആണ്, ജീനിലേക്കാണ് എല്ലാം എത്തുക. അപ്പോൾ ഈ എംബ്രിയോനെ റിസീവ് ചെയ്യുന്ന കുറേ ജീൻസ് ഉണ്ട്, അതിൻ്റെ അപ്ഗ്രഡേഷനും ഡീഗ്രേഡിയും വരുമ്പോൾ ഈ എംബ്രിയോ ഇംപ്ലാന്റ് ചെയ്യില്ല. അപ്പോൾ അത് നമുക്ക് അസസ് ചെയ്യാൻ പറ്റും, അത് കറക്റ്റ് ചെയ്തത്. ഇപ്പോൾ ഞങ്ങൾക്ക് ഈയിടെ ഒരു കേസ് ഉണ്ടായി, ഓസ്ട്രേലിയയിൽ നിന്ന് 4 ICSI ഫെയിലായിട്ട് വന്നതാണ്. അപ്പോൾ ഞങ്ങളിതുപോലെ സംശയം എംബ്രിയോ എല്ലാം ബെസ്റ്റ് ക്വാളിറ്റിയാണ്. ഇപ്പം ഈ ഫോറിൻ റിപ്പോർട്ട്സ് നമുക്ക് ഓഫ് കോഴ്സ് ശരിക്കും വിശ്വസിക്കാൻ പറ്റും. അത് അനുസരിച്ച് ഞങ്ങൾ ERA ചെയ്തപ്പോഴേക്കാണ് ഈ എൻഡോമെട്രിയൽ റിസപ്റ്റർ അസേ വളരെ മോശമായി കണ്ടത്. പിന്നെ അത് കറക്റ്റ് ചെയ്തു. നൗ ഷീസ് വിത്ത് ഫസ്റ്റ് ET ഞങ്ങളോട് ചെയ്തിട്ട് ഇപ്പോൾ ഷീസ് ഓൺ ഗോയിങ് പ്രഗ്നൻ്റ് ആണ്, 4 മാസം പ്രഗ്നൻസി ഉണ്ട്. പിന്നെ അതുപോലെ വേറൊരു കേസ്, വളരെ നല്ലൊരു ഇൻട്രസ്റ്റിംഗ് കേസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആംസ്റ്റർഡാം ബേസ്ഡ് കപ്പിളാണ്. അവർ ആംസ്റ്റർഡാമിൽ ഹോളണ്ടിൽ 7 ICSI ഫെയിലായി. പിന്നെ അവർ ലണ്ടനിൽ പോയിട്ട് 2 ഫെയിലായി, ദെൻ ബെൽജിയത്തിൽ 2 ഫെയിലായി, ബോംബെയിൽ നിന്ന് വേറെണ്ണം ഫെയിലായി. എന്നിട്ട് 13ാമത്തെ അറ്റംപ്റ്റ് വികോട്ടെ ഒരു ആൺകുട്ടിയെ പ്രസവിച്ചു. അവിടെയൊക്കെ ഒരു ഇമ്മ്യൂണോളജിക്കൽ പ്രോബ്ലം കണ്ടിരുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എംബ്രിയോനെ ബോഡി തിരസ്കരിക്കുകയാണ് ചെയ്യുന്നത്, റിജക്ഷൻ ഫിനോമൻ. അത് നമ്മുടെ ഹ്യൂമൻ ബോഡിയുടെ ഒരു പ്രത്യേകതയാണ്. എന്ത് ഫോറിൻ പ്രോട്ടീൻ നമ്മുടെ ബോഡിയിലേക്ക് വരും, നമ്മളൊരു പ്രിവെൻറ്റീവ് ഒരു മെസ്സേജ് നമ്മുടെ ഈ ഇമ്മ്യൂൺ സിസ്റ്റം ഉണ്ടാക്കും. അതുപോലെ തന്നെ കുഞ്ഞ്, ഓഫ് കോഴ്സ് ആ കുഞ്ഞെന്ന് പറയുമ്പം ഹസ്ബൻഡ് ജീൻസും പ്രോട്ടീൻസും വരുന്നുണ്ട്. അപ്പോൾ ഇൻഫാക്റ്റ് ഒരു സ്ത്രീയെ സംബന്ധിച്ച് ഒരു ഫോറിൻ ബോഡിയാണ്. അപ്പോൾ അതിനെ തിരസ്കരിക്കാനുള്ള ഒരു പ്രവണത
സ്വാഭാവികമുണ്ടാകും. പക്ഷേ ഒരു 99.9% പ്രഗ്നൻസിയിലും അമ്മയാകുമ്പോഴേക്കും ഈ ഒരു ആൻറ്റി ബ്ലോക്കിംഗ് ആൻറ്റിബോഡി കൂടി അതിൻ്റെ കൂടെ വരും. അതിനാണ് ഈ റിജക്ഷൻ ഒഴിവാക്കുന്നത്. ഇത് ഇത് പ്രവർത്തിക്കാതെ വരുമ്പോഴാണ് റിജക്ഷൻ ഉണ്ടാകുന്നത്. അതിന് നമുക്ക് സാധാരണ HLT എന്ന് പറയും, ഹസ്ബൻഡ്സ് ലൂക്കോസൈറ്റ് ട്രാൻസ്ഫർ. ഹസ്ബൻഡിൻ്റെ ബ്ലഡിൽ നിന്ന് ഒരു പ്രത്യേക ശ്വേതാണുക്കൾ ലിംഫോസൈറ്റ്സ് സെപ്പറേറ്റ് എടുത്തിട്ട് വൈഫിന് ഇമ്മ്യൂൺ സിസ്റ്റത്തിലേക്ക് ഇഞ്ചെക്ട് ചെയ്താൽ ബെസ്റ്റ് റിസൾട്ട്സ് ആണ്. അപ്പോൾ ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ ഭ്രൂണത്തിൻ്റെ കുഴപ്പം കൊണ്ടാകാം 75%, 25% യൂട്രസ് സ്വീകരിക്കാതെ റിസീവ് ചെയ്യാതെ വരുന്നത്. ഈ ഭ്രൂണത്തിൻ്റെ പ്രോബ്ലം വീണ്ടും നമ്മൾ വിശകലനം ചെയ്താൽ കുറേ നമുക്ക് ഡേറ്റാസ് കിട്ടും. ഈ ഭ്രൂണം ഉണ്ടാകുന്നത് മിക്കപ്പോഴും മീൻസ് രണ്ട് ഓപ്ഷൻസേ ഉള്ളൂ. രണ്ട് കാര്യം, ഒന്ന് പുരുഷൻ്റെ ബീജം, രണ്ട് സ്ത്രീയുടെ അണ്ടം. ഈ രണ്ട് കാര്യം എന്നല്ലാതെ വേറെ അതിനൊന്നും വരുന്നില്ല. അപ്പോൾ ഈ അണ്ടത്തിൻ്റെ ക്വാളിറ്റി നമ്മൾ സ്റ്റിമുലേഷനാണ് അവിടെ ഏറ്റവും പ്രധാനം. ഈ ഹോർമോൺ ഇഞ്ചക്ഷൻസ് കൊടുത്തിട്ടാണ് നമ്മൾ അണ്ടം കൂടുതൽ ഉണ്ടാക്കുക. ആ അണ്ടത്തിന് കൊടുക്കുക, ആ അണ്ടോൽപാദനത്തിന് ഉത്തേജിപ്പിക്കാൻ കൊടുക്കുന്ന ഹോർമോൺ ഇഞ്ചക്ഷൻസ് ക്വാളിറ്റി മോശമായി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അണ്ടം വളരെ മോശം ക്വാളിറ്റി ആവും. അത് വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട്. ഇപ്പം ഇന്ന് ഇഷ്ടം പോലെയാണ് IVF സെൻറ്റേഴ്സ് കാണുന്നത്, ഇഷ്ടം പോലെ. പണ്ട് ഇന്ത്യയിൽ ഈ ഒരു 5 years ബാക്ക് ഇന്ത്യയിലത്തെ കണക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 400 സെൻറ്റേഴ്സാണ് നോട്ടിഫൈ ചെയ്തിരുന്നത്. ഇന്നത് 1000 മേലെയാണ്. കേരളത്തിലും സ്ഥിതി മോശമല്ല, 20-25ഓളം സെൻറ്റേഴ്സ് ഉണ്ടെന്ന് പറയുന്നത്. അപ്പം ഈ മിക്കപ്പോഴും ഈ ഹോർമോൺ കോസ്റ്റ് ലാഭിക്കാനായിട്ട് ഈ ഹോർമോൺ ഇഞ്ചക്ഷൻസ് വളരെ ക്വാളിറ്റി കുറഞ്ഞ ഹോർമോൺ ഇഞ്ചക്ഷൻസ് കൊടുക്കുമ്പോൾ ഡെഫിനറ്റ്ലി അണ്ടത്തിൻ്റെ ക്വാളിറ്റി മോശമാകും. പിന്നെ വേറെ ഒന്ന് കാണുന്നുണ്ടെങ്കിൽ ഈ അണ്ടം മെച്ചുറാകാനുള്ള സമയം കൊടുക്കില്ല ചിലപ്പോഴും. മിക്കപ്പോഴും ഈ മിക്ക IVF സെൻറ്റേഴ്സ്, ഞാൻ ആരെയും കുറ്റം പറയുന്നതല്ല, മിക്ക IVF സെൻറ്റേഴ്സിൽ ഒരു ഡെഡിക്കേറ്റഡ് ടീം ഉണ്ടാവില്ല. ഒന്നിലൊരു ക്ലീനീഷ്യനും, ചിലപ്പോൾ എംബ്രിയോളജിസ്റ്റ് മിക്ക സ്ഥലത്തും ഇല്ല, എല്ലാം ഫ്രീലാൻസിങ് എവിടെയെങ്കിലും വരും, എംബ്രിയോളജിസ്റ്റ് വരും. ആ സമയത്ത് അതെ ഒരു 15-20 പേഷ്യൻസിനെ എല്ലാം കൂടി സ്വരൂപിച്ച് വരുമ്പോഴേക്കാണ് ഒരു എംബ്രിയോളജിസ്റ്റ് പുറത്ത് ആശാൻ കടന്നു വരിക. ആ അങ്ങേര് വരുന്ന ഡേയ്സ് നോക്കിയിട്ടാണ് ഈ 20-25 പേരെ സ്റ്റിമുലേറ്റ് ചെയ്യുക. അപ്പോൾ കുറേ പേര് ഓവർ സ്റ്റിമുലേറ്റഡ് ആവും, കുറേ പേര് അണ്ടർ സ്റ്റിമുലേറ്റഡ് ആവും. കാരണം ഇയാൾ നാളത്തെ ഫ്ലൈറ്റിന് തിരിച്ചു പോകണം, ബോംബെക്കോ ഡൽഹിക്കോ. അപ്പോൾ അത് കണക്കാക്കിയിട്ടാണ് 25 പേരെയും സ്റ്റിമുലേഷൻ തുടങ്ങുന്നത്. അപ്പോൾ അത് ഒരുപാട് പ്രശ്നം ഉണ്ടാക്കുന്നത്, ഒരുപാട് കോടികളാണ് വെള്ളത്തിലായി പോകുന്നത്. അത് ഭയങ്കര ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അത് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ്. അതിന് വേറെ കറക്ഷൻ വേണ്ട, നല്ലൊരു ഡെഡിക്കേറ്റഡ് ടീമുള്ള സെൻറ്ററിൽ ചെന്നാൽ തന്നെ പ്രശ്നം സോൾവ് ആയി. പിന്നെ വളരെ മൈന്യൂട്ടായിട്ട് ആസ്പെക്ട്സ് ഉണ്ടെങ്കിലും ഇപ്പം ബാക്കി ഈ എംബ്രിയോളെ ക്വാളിറ്റി എന്നാണ്, ഭ്രൂണത്തിൻ്റെ ക്വാളിറ്റി നമ്മൾ അസസ് ചെയ്യുന്ന മൈക്രോസ്കോപ്പിൽ, ഒരു ഹൈ എൻഡ് മൈക്രോസ്കോപ്പിൽ വെച്ചിട്ട് ഒരു 3 ദിവസം ഫെർട്ടിലൈസ്ഡ് എംബ്രിയോ എന്ന് പറയുമ്പോഴേക്ക് 8 സെല്ല് 10 സെല്ല് വേണം. അത് 4 ഡേ വെളിയിൽ വെച്ച് വളർത്തുമ്പോഴേക്കും അത് മോറില്ല. 5 ദിവസം ആകുമ്പോഴേക്കും ബ്ലാസ്റ്റോസിസ്റ്റ്, അങ്ങനെയാണ് ഭ്രൂണം വളരുക. ബ്ലാസ്റ്റോസിസ്റ്റ് വരെ ആ സ്റ്റേജ് വരെ നമുക്ക് പുറത്ത് വളർത്താൻ പറ്റുള്ളൂ. അത് കഴിയുമ്പോഴേക്കും അത് ഹാച്ച് ചെയ്ത് പുറത്ത് പോകും. ഒന്നിൽ യൂട്രസിൽ വെച്ചില്ലെങ്കിൽ അത് നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ ഈ എംബ്രിയോയുടെ മോർഫോളജിക്കൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഔട്ട്ലുക്ക്, ആ ഭംഗി മാത്രം അല്ലെങ്കിൽ ഔട്ട്ലുക്ക് മാത്രം നമുക്ക് മൈക്രോസ്കോപ്പിൽ കാണാൻ പറ്റുള്ളൂ. അതിന് നല്ല ക്വാളിറ്റി എംബ്രിയോ നമ്മൾ പറയും. പക്ഷേ എങ്കിലും ആ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്ലാസ്റ്റോസിസ്റ്റ് ആണെങ്കിലും ചിലപ്പം കുഞ്ഞായി മാറില്ല. കാരണം വെച്ചാൽ അതിനകത്ത് ജീൻസ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ ക്രോമസോം മുഴുവൻ ഉണ്ടാവില്ല. നമുക്കറിയാം 23 പെയർ 46 ക്രോമസോംസ് ഉണ്ടാകണം. പക്ഷെ ആ ഒരു സെല്ല് എടുത്ത് നോക്കിയാൽ കാണാൻ നമുക്ക് അത് ചിലപ്പോൾ 46 ഉണ്ടാവില്ല. അതുകൊണ്ടാണ്, ആ ഒരു വ്യതിയാനം കൊണ്ടാണ് ഇത് കുഞ്ഞായി മാറാത്തത്. ഇപ്പോൾ ഇൻ്റർനാഷണൽ സ്റ്റഡീസ് എല്ലാം കാണിക്കുന്നുണ്ടെങ്കിൽ ഒരു IVF സപ്പോസ് ഒരു 10 എംബ്രിയോ ഉണ്ടെങ്കിൽ അതിൽ 4 എംബ്രിയോ മാത്രമേ ക്രോമസോമലി നോർമലായിരിക്കുള്ളൂ. ബാക്കി 6 അനീപ്ലോയിഡീസ് ഉണ്ടാവും, അല്ലെങ്കിൽ ക്രോമസോം അബ്നോർമൽ ക്രോമസോം നമ്പേഴ്സ് ആയിരിക്കും. അതുകൊണ്ട് പിടിക്കാതെ പോവുക. അപ്പോൾ നമ്മൾ അത് ഇന്ന് നമുക്കത് കറക്റ്റ് ചെയ്യാൻ അറിയാൻ പറ്റും. അറ്റ്ലീസ്റ്റ് ഏത് എംബ്രിയോ ആണ് ക്രോമസോമിൽ കോമ്പറ്റൻറ്റ് ചെക്ക് ചെയ്യാൻ പറ്റും. പ്രീ ഇംപ്ലാന്റേഷൻ ജനറ്റിക് ഡയഗ്നോസ് PGD എന്ന് പറയും. അതിപ്പം റിയൽ ടൈം PCR വെച്ചിട്ട് ഇന്ത്യയിലെ ഒരേ ഒരു സെൻ്ററാണ് നമ്മുടെ ക്രാഫ്റ്റ്. അതിന് മെഡിക്കൽ ജനറ്റിക് സിസ്റ്റം നല്ലൊരു ടീമുണ്ട്. അവിടെ എന്താണെന്ന് ചെയ്യുന്നുണ്ടെങ്കിൽ ആ എംബ്രിയോയുടെ ഒരു സെല്ല് എടുത്തിട്ട് ഒന്നിലെ 3 ദിവസമായ പ്രായമായ എംബ്രിയോ അല്ലെങ്കിൽ 5 ദിവസം പ്രായമായ എംബ്രിയോയുടെ ഒരു സെല്ല് മാത്രം എടുത്തിട്ട് അതിൻ്റെ ക്രോമസോം കണ്ടൻറ്റ് നോക്കും. അത് 46 ക്രോമസോം കണ്ടൻറ്റുള്ള എംബ്രിയോ മാത്രം ഇംപ്ലാന്റ് ചെയ്യും. ഇപ്പം ഞങ്ങൾക്ക് ഈയിടെ ഒരു കേസ്, ഒരു കുട്ടി ജാനറ്റ് എന്ന് പറയുക, ഷീ ഈസ് ഫ്രം US. അവിടുന്ന് എനിക്ക് 3 പ്രാവശ്യം വരെ IVF അറ്റംപ്റ്റ് ചെയ്തു. എന്നിട്ട് ഒരു പ്രാവശ്യം മാത്രം എംബ്രിയോ കിട്ടിയുള്ളൂ, ബാക്കിയൊക്കെ എംബ്രിയോ മോശമായി അവർ ട്രാൻസ്ഫർ ചെയ്തില്ല. എന്നിട്ട് അവർ PGD ചെയ്തു, ഒരു സിംഗിൾ എംബ്രിയോ ഞങ്ങൾ വെച്ചത്. ഇപ്പോൾ നൗ ഷീ ഈസ് അബൌട്ട് ടു ഡെലിവർ. അപ്പോൾ ഭയങ്കര നല്ല റിസൾട്ടാണ്. ഇപ്പോൾ വെളിയിൽ നിന്നൊക്കെ ഇത് സ്ഥിരമായിട്ട് ചെയ്യുന്ന കുറേ വർഷങ്ങളായി ചെയ്യുന്ന സെൻറ്റേഴ്സ് അവർ പറഞ്ഞത് 70% അവരുടെ ഇംപ്ലാന്റേഷൻ റേറ്റ്. ഒരു സിംഗിൾ നല്ല എംബ്രിയോ ഈ ക്വാളിറ്റിയും ഈ മറ്റേ എംബ്രിയോ ക്രോമസോം കണ്ടൻറ്റും കൂടിയുള്ള എംബ്രിയോ വെച്ച് കഴിഞ്ഞാൽ 70% വരെ ഇംപ്ലാന്റേഷനാണ്. പക്ഷേ ഇറ്റ് ഈസ് വെരി എക്സ്പെൻസീവ്. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഓഫർ ചെയ്യാൻ പറ്റില്ല. ഓഫ് കോഴ്സ് ഇങ്ങനെ മൾട്ടിപ്പിൾ ഫെയിൽഡായ കേസുകളിൽ ഡെഫിനറ്റ്ലി അത് നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കുന്നൊരു പ്രതിവിധിയാണത്. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞതിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നത്
പ്രധാനമായിട്ടും ഒന്ന് ഈ ഹോർമോണൽ ഇഞ്ചെക്ഷൻസിൻ്റെ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യുന്നത്, രണ്ട് ഈ ട്രീറ്റ്മെൻറ്റ് തിരഞ്ഞെടുക്കുന്ന സെൻറ്ററിൽ പലപ്പോഴും ഒരു ഡെഡിക്കേറ്റഡ് ടീം ഇല്ലാത്തത്, തീർച്ചയായിട്ടും പ്രധാനമായിട്ട് എംബ്രിയോളജിസ്റ്റിൻ്റെ അഭാവമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഡോക്ടർ, ഇപ്പോൾ ഈ രണ്ട് ഫാക്ടേഴ്സ്, പ്രധാനമായിട്ടും പറഞ്ഞ രണ്ട് ഫാക്ടേഴ്സാണ്, ഈ രണ്ട് ഫാക്ടേഴ്സിനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും ഫാക്ടേഴ്സ് ഉണ്ടോ ഈ ഫെയിലിയർ? അതെ, ഈ ഭ്രൂണം ഞാൻ തുടങ്ങി വെച്ച പോലെ പുരുഷൻ്റെ ബീജവും സ്ത്രീയുടെ വൈഫിൻ്റെ അണ്ടവും കൂടി ചേർന്നാണ് ഭ്രൂണമാവുന്നത്. അവിടെ നമ്മൾ ഇതുവരെ സ്ത്രീയുടെ അണ്ടത്തിനെ കുറിച്ച് സംസാരിച്ചുള്ളൂ. ഇത് പലപ്പോഴും നമ്മൾ പുരുഷനെ വിട്ട് കളയും. അതേ തന്നെ സംഭവിക്കുന്നത് മിക്ക സെൻറ്റേഴ്സും ആണിൻ്റെ ഭാഗം നെഗ്ലക്റ്റ് ചെയ്യും. മിക്കപ്പോഴും കാണുന്നതാണ്. ആ പുള്ളിയുടെ ഹസ്ബൻഡ് സെമൻ കൗണ്ട് ഏതെങ്കിലും ഒരു ലാബ് ടെക്നീഷ്യൻ നോക്കുന്ന കൗണ്ട് ഒരു 5 മില്യൺ 10 മില്യൺ 20 മില്യൺ ഒക്കെ ഉണ്ടെങ്കിൽ ഓക്കെ, വേറെ അതിലപ്പുറം ചിന്തിക്കില്ല. ബട്ട് നമുക്ക് അവിടെ ക്വാളിറ്റി സ്പേംസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എസ്പെഷ്യലി അത് IUI ഇൻട്രായൂട്ടർ ഇൻസെമിനേഷൻ എന്ന് പറഞ്ഞ വേറെ ട്രീറ്റ്മെൻറ്റ്, അതായാലും IVF ആയാലും ICSI ആയാലും സ്പേമിനും ഭയങ്കര ഇമ്പോർട്ടൻറ്റ്, ഏറ്റവും ഒരു പ്രധാന ദൗത്യം നിർവഹിക്കേണ്ട ഒരു കാര്യമാണ് ഈ സ്പേംസും. അപ്പോൾ സ്പേമിൻ്റെയും ക്വാളിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ സ്പേമിൻ്റെ സെമിനകത്ത് ഇൻഫെക്ഷൻ ഉണ്ടാകാൻ പാടില്ല, വളരെ പ്രധാനമാണത്. എന്നുവെച്ചാൽ പല കേസ് ഞങ്ങൾക്ക് അറിയാം, ഈ ഇൻഫെക്ഷൻ കൊണ്ട് മാത്രം എംബ്രിയോ മുഴുവൻ നശിച്ചുപോയ കേസുകളുണ്ട്. പലരും അത് ഓവർലുക്ക് ചെയ്ത് പോകുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഹസ്ബൻഡിനെയും ട്രീറ്റ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ഹസ്ബൻഡ് സ്മോക്കർ ആണെങ്കിൽ നിർത്തിക്കണം. ഈ IVFന് മുമ്പ് 3 മാസം മുമ്പ് നിർത്തിച്ചേ പറ്റൂ. അതുപോലെ ആൽക്കഹോളിക് ആണെങ്കിൽ അതൊക്കെ ഒഴിവാക്കിയിട്ട് വേണം ഇതിനേക്ക് എത്തിക്കയറാനായിട്ട്. അതുപോലെ സ്ത്രീ ആണെങ്കിൽ രണ്ടുപേരും ഒബീസ് ആണെങ്കിൽ ഓവർ വെയ്റ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. റിസൾട്ട്സ് ഒരു 15% ഡെഫിനറ്റ്ലി കുറയ്ക്കും. അതുപോലെ അബോർഷൻ റേറ്റ് ഭയങ്കര കൂടുതലാണ് ഒബീസ് വിമനിൽ. അപ്പോൾ ഇതെല്ലാം കൺട്രോൾ ആക്കിയിട്ടേ മുന്നോട്ട് ഈ ട്രീറ്റ്മെൻറ്റിൽ എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഹസ്ബൻഡായാലും ശരി വൈഫിനായാലും ശരി, ഇതെല്ലാം കൊടുത്ത് കൗൺസിൽ ചെയ്ത് അവരുടെ മാനസികമായിട്ടും അവരുടെ ശാരീരികമായിട്ടും അതിലേക്ക് അടുപ്പിച്ചതിന് ശേഷം എല്ലാം റെഡിയായി പാകപ്പെടുത്ത് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പോൾ ഇപ്പം ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് വരികയാണ്, അപ്പോൾ അതിൽ ഒരാൾ ഒബീസ് ആണെന്നുണ്ടെങ്കിൽ അവരെ കൗൺസിൽ ചെയ്തിട്ട് അവർ വിടും? തീർച്ചയായിട്ടും വിടും. ഇപ്പോൾ ഈയിടെ ഒരു അറ്റംപ്റ്റ് ചെയ്യില്ല. ഞാൻ ഒരു ഉദാഹരണം പറയാം. ഒരു 2 വർഷം മുമ്പ് നടന്ന സംഭവമാണ്. കുവൈറ്റിൽ നിന്ന് ഒരു പേഷ്യൻറ്റിനെ ഒരു 14 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് IVFന് വേണ്ടി അവിടുത്തെ ഒരു കൺസൾട്ടൻ്റ് എനിക്ക് റെഫർ ചെയ്ത് വന്നതാണ്. അവർ IVFന് എല്ലാം റെഡി ആയിട്ട് വന്നതാണ്. ഞാൻ അന്ന് നോക്കുമ്പോൾ ഷീ വാസ് 88 കിലോ ആണ് അവരുടെ വെയിറ്റ്, ബാക്കിയെല്ലാം നോർമലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, കുട്ടി ഈ വെയിറ്റ് വെച്ച് ചെയ്താൽ നിങ്ങളെ കാശ് പോവുകയുള്ളൂ, റിസൾട്ട്സ് എനിക്ക് നല്ല റിസൾട്ട് ഓഫർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ വെയിറ്റ് കുറച്ച് വരിക, ഞാൻ ശരിയാക്കി തരാമെന്ന് ഒരു കോൺഫിഡൻസ് കൊടുത്തു വിട്ടു. അവർ ഒരു 6-8 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് മെയിൽ വന്നു, ഷീ 62 കിലോ പ്രഗ്നൻ്റ് ആണെന്ന്. ആഫ്റ്റർ 14 ഇയേഴ്സ് ഒന്നുമില്ലാതെ വെയിറ്റ് കുറച്ചതിൻ്റെ പേരിൽ മാത്രം പ്രഗ്നൻ്റ് ആയി. അപ്പോൾ അതുപോലെ ഈയിടെ അടുത്ത് കഴിഞ്ഞ ദിവസം ഒരു പേഷ്യൻ്റ് വന്നിട്ട് ഹിസ്റ്ററി ഒക്കെ എടുത്തതിന് ശേഷം ഭയങ്കര പൊട്ടിക്കരയും എൻ്റെ മുമ്പിൽ ഇരുന്നിട്ട് ഭയങ്കര കരച്ചിൽ. അപ്പോൾ ഞാൻ എന്താ നിങ്ങൾ കരയുന്നത്? ഡോക്ടർക്ക് എന്നെ ഓർമ്മയുണ്ടാറിയില്ല. ഞാൻ 3 കൊല്ലം മുമ്പ് ഡോക്ടർ പേഷ്യൻ്റായിരുന്നു, ദുബായിൽ കണ്ടിരുന്നു. അന്ന് ഡോക്ടർ എന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞു, വെയിറ്റ് കുറയ്ക്കാതെ. 2ാം പ്രാവശ്യം ചെന്നപ്പോഴും വെയിറ്റ് കുറച്ചില്ല, അതുകൊണ്ട് ഒരുപാട് വഴക്ക് പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. എനിക്ക് ഭയങ്കര വിഷമിച്ചു. ഇറങ്ങിപ്പോയിട്ട് എനിക്കാണെങ്കിൽ വെയിറ്റ് കുറയ്ക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ വേറെ സ്ഥലത്ത് പോയിട്ട് അവിടെ പോയിട്ട് IVF ചെയ്ത് ഫെയിലായി. അങ്ങനെ നാട്ടിൽ വന്നിട്ട് കോഴിക്കോട് വേറെ സെൻറ്ററിൽ പോയി അവിടെയും ചെയ്തു, അതും ഫെയിലായി. ഇപ്പോഴാണ് ഡോക്ടർ പറഞ്ഞതിനെക്കുറിച്ച് എനിക്ക് ബോധ്യം വരുന്നത്. ഇനി ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞിട്ട് വന്നിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു. ഭയങ്കര ഇമ്പോർട്ടൻ്റ്. പലരും നെഗ്ലക്റ്റ് ചെയ്യുന്ന കാര്യമാണ്. പക്ഷേ അവരെ ബോധവൽക്കരിച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇത് ആവശ്യമാണെന്ന് അവരുടെ ഒരു വിൽ പവർ ഉണ്ടാക്കി കഴിഞ്ഞാൽ, അവരുടെ മൈൻഡ് സെറ്റ് മാറ്റിക്കഴിഞ്ഞാൽ നടക്കാത്ത കാര്യമല്ല. നമുക്കൊക്കെ അറിയാം. ഒരു നല്ലൊരു ഡയറ്റിംഗ് ഒരു ചാർട്ട്, ഒരു സ്കെഡ്യൂൾ പറഞ്ഞു കൊടുക്കുക, കുറച്ച് ഒരു ½ an hour എക്സസൈസ് ചെയ്താൽ ഡെഫിനറ്റായിട്ട് ഒരു 5-10 കിലോ കുറയും. ഇപ്പം ഒരു 100 കിലോ അല്ലെ 90 കിലോ ഉള്ള ആൾ 50-60 വരണമെന്നില്ല. ഒരു ഉള്ള വെയിറ്റിൻ്റെ ഒരു 10%, എത്ര എക്സസ് ആണ് അതിൻ്റെ ഒരു 10% കുറച്ചാൽ മതി. എന്നാൽ തന്നെയും അവർ രക്ഷപ്പെട്ടു പോകും. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഞങ്ങൾ സ്ട്രിക്റ്റായിട്ട് ഫോളോ ചെയ്യുന്ന കാര്യമാണത്. അതിനുള്ള നല്ല റിസൾട്ട്സ് ഉണ്ട്. അത് കാരണം ഭയങ്കര മാറ്റമാണ് ഉണ്ടാക്കിയത്. ഇപ്പം നമ്മുടെ പ്രോഗ്രാമിൻ്റെ എൻഡിലേക്ക് വരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചോദിക്കുക, ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുന്ന ഒരു പ്രോബ്ലമാണ്. അത് എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഡോക്ടറുടെ എക്സ്പീരിയൻസിലാണെങ്കിലും ഏറ്റവും കൂടുതൽ ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുന്നത് നോൺ സ്പെസിഫിക് ഇൻഫെർട്ടിലിറ്റി ആയിരിക്കും, പ്രത്യേകിച്ച് ഒരു കാരണമില്ലാത്ത. കുറേ ഉണ്ട്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം കൂടുതലായിട്ട് കാണുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിൽ ഇൻഫെർട്ടിലിറ്റിയാണ്. അത് ഡെഫിനറ്റ്ലി ഈ സ്പേം ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും കുറഞ്ഞു വരുന്ന ഒരുപാടുണ്ട്. അതുപോലെ ഈ അസൂസ്പെർമിയ, ഒട്ടും ബീജമില്ലാത്തവർ പണ്ടൊക്കെ വെച്ചാൽ വളരെ അപൂർവം കണ്ടിരുന്ന ഇഷ്ടം പോലെ പേർക്കാണത്. അത് കൂടി വരുന്നു ഡെഫിനറ്റ്ലി. മേ ബി പൊല്യൂഷൻസ് എവറിവെയർ ഇറ്റ് ഈസ് പൊല്യൂട്ടഡ്. നമ്മൾ ശ്വസിക്കുന്ന വായു, കുടിക്കുന്ന വെള്ളം, ഭക്ഷണം എല്ലാം പൊല്യൂട്ടഡ് അല്ലേ. ഞാൻ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് എപ്പോഴും പറയുന്ന കാര്യമാണ്, പെസ്റ്റിസൈഡ്സും ഫെർട്ടിലൈസേഴ്സ് എവിടെ പോയാലും അതേ ഉള്ളൂ നമുക്ക് കഴിക്കാനായിട്ട്. ഇതെല്ലാം ഈ ഇൻക്രീസിങ് ഇൻസിഡൻസ് ഓഫ് ക്യാൻസേഴ്സ്, അതുപോലെ ഇൻഫെർട്ടിലിറ്റി, പൊല്യൂഷൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ പോളിസിസ്റ്റിക് ഓവറിൻ ഡിസീസ്, അത് ഒബീസ് റിലേറ്റഡ് ഒരു അസുഖം,
എൻഡോമെട്രിയോസിസ്, ഇതൊക്കെ 25% നമുക്കൊരു കാരണം കണ്ടെത്താൻ പറ്റില്ല. എല്ലാം നോർമലായിരിക്കും, ഏത് ടെസ്റ്റ് നോർമലായിരിക്കും. അങ്ങനെയുള്ളവരിലും ഇക്സി നന്നായിട്ട് ഇക്സി ചെയ്താൽ, നല്ല രീതിയിൽ ഇക്സി ട്രീറ്റ്മെൻറ്റ് കൊടുത്താൽ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു രീതിയാണത്. ഓക്കെ, അപ്പോൾ ഡോക്ടർക്ക് ഇപ്പോൾ ഇതിനകത്ത് ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുന്ന ആ ഒരു ചികിത്സാ രീതി അഡോപ്റ്റ് ചെയ്യുന്നവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു മെസ്സേജ് പറഞ്ഞ് നമുക്ക് നടത്താം. ഒന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ പ്രായത്തെക്കുറിച്ച് ഒരു വ്യക്തമായൊരു ബോധം ഉണ്ടാകണം. ഒരുപാട് സമയം വെറുതെ കളയാൻ പാടില്ല. പിന്നെ ഒരു ഏറ്റവും നല്ലൊരു സെൻറ്റർ, എല്ലാ സംവിധാനങ്ങളുള്ള സെൻറ്റർ സെലക്ട് ചെയ്ത് പോകണം. ഇതാണ്. പിന്നെയുള്ള ഏറ്റവും പ്രധാനമായിട്ടുള്ളത് അവരുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ച്. സപ്പോസ് ഒബീസ് ആണെങ്കിൽ ഒബീസിറ്റി, വെയിറ്റ് റിഡക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്മോക്കിംഗ് ഹാബിറ്റ്സ് ഉള്ള ഹസ്ബൻഡ്സ് ആണെങ്കിൽ സ്മോക്കിംഗ് ക്വിറ്റ് തന്നെ വേണം, അത് ആൽക്കഹോളും. പിന്നെ ഈ ഒരു ലോ ക്ലാസ്സിലേക്ക് പോകുമ്പോഴേക്കും ഇഷ്ടം പോലെയാണ് ഈ പാൻ പരാഗ്, ഹാൻഡ്സ്, അയ്യോ അത് ഭയങ്കര ഡേഞ്ചറസ് സാധനമാണ്. അതൊന്നും മാറി നിൽക്കണം. ഇതെല്ലാം മാറി നിന്ന് കഴിഞ്ഞാൽ റിസൾട്ട് കിട്ടാതെ വരില്ല, അവർക്ക് തീർച്ചയായിട്ടും കിട്ടും. ചിലപ്പോൾ ഒരുപക്ഷെ ട്രീറ്റ്മെൻറ്റ് പോലും ഇല്ലാതെ ഡെഫിനറ്റ്ലി ഒന്നുമില്ലാതെ തന്നെ കാര്യം നടക്കും. ഓക്കെ, ഇന്നത്തെ ഡോക്ടർ സ്റ്റോക്കിൻ്റെ സമയം ഇവിടെ അവസാനിക്കാറായിരിക്കുകയാണ്. ഇന്നത്തെ ഡോക്ടർ സ്റ്റോക്കിൽ ഡോക്ടർ അഷ്റഫ്, അദ്ദേഹം കൊടുങ്ങല്ലൂർ ക്രാഫ്റ്റ് ഹോസ്പിറ്റലിൻ്റെ ചെയർമാനാണ്. അദ്ദേഹം വളരെ വിശദമായിട്ട്, അദ്ദേഹം ഇത്ര ഓപ്പണായിട്ട് പറയുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റിൻ്റെ രംഗത്ത് നടക്കുന്ന ഒരുപാട് ഈ പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കുകയുണ്ടായി. ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ് വളരെ എക്സ്പെൻസീവാണ്. ഡോക്ടർ പറഞ്ഞു ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ആണ് ഇതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ളത്. എത്ര ഡീപ്പായിട്ട് വേണമെങ്കിൽ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ. പക്ഷേ ആ പൈസ നമ്മൾ ചിലവാക്കുന്നതിന് ഫലം കിട്ടണമെന്നുണ്ടെങ്കിൽ കുറേയധികം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന്, രണ്ടുപേരുടെയും ഹസ്ബൻഡിൻ്റെയും വൈഫിൻ്റെയും ഏജ് നമ്മൾ വളരെ കൃത്യമായിട്ട് നോക്കണം. ഒരുപാട് വർഷം വെച്ച് പ്ലാൻ ചെയ്ത് ഇത് പിന്നീടാവാം, അല്ലെങ്കിൽ പൈസ ഉണ്ടല്ലോ കയ്യിൽ നമുക്ക് പിന്നീടാകാം എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്യാതെ എത്രയും നേരത്തെ ചെയ്യാൻ പറ്റുന്നോ, അല്ലെങ്കിൽ എത്രയും നേരത്തെ അസസ് ചെയ്യാൻ പറ്റുന്നോ അത്രയും നേരത്തെ ചെയ്യുക. രണ്ട്, നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന സെൻറ്റർ ആൻഡ് ദ ഡോക്ടർ, ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡോക്ടർ ആൻഡ് എല്ലാ എക്യുപ്മെൻറ്റ്സും എല്ലാ വിധത്തിലുള്ള സൗകര്യങ്ങളുമുള്ള ഒരു നല്ലൊരു ടീമുള്ള ഒരു ഹോസ്പിറ്റൽ തിരഞ്ഞെടുക്കുക. ഈ രണ്ട് കാര്യങ്ങളാണ് മെയിനായിട്ട് ഡോക്ടർ പറഞ്ഞത്. പിന്നെ അദ്ദേഹം പറഞ്ഞത് പലപ്പോഴും ഉപയോഗിക്കുന്ന മെറ്റീരിയൽസിൻ്റെ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യുന്നതും ഒരു കാരണമായിട്ട് പറഞ്ഞു. അതൊന്നും ചെയ്യില്ല എന്ന് ഉറപ്പുള്ള ഒരു സ്ഥലം, നമുക്ക് എപ്പോഴും ഉറപ്പിക്കാൻ പറ്റില്ല, എന്നാലും നമുക്ക് അങ്ങനെ ഉറപ്പുള്ള ഒരു സ്ഥലം തിരഞ്ഞെടുക്കുന്നതിലാണ് നമ്മുടെ വിജയം. ഏതായാലും ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ് ആർക്കും വേണ്ടി വരാതിരിക്കട്ടെ. വേണ്ടി വന്നാൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ എല്ലാവരും ആലോചിക്കുക. അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കാണാൻ മറ്റൊരു വിഷയമായിട്ട്.